ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ നിന്നും ആ ഭാഗം ഡിലീറ്റ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതായെല്ലാം വരാം. ഇനി ചില വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ചില ഭാഗം നമുക്ക് ബ്ലർ ചെയ്യണം. ഉദാഹരണമായി പ്രൈവസി ഇഷ്യൂ കാരണം ചില ഫേസ് എല്ലാം ബ്ലർ ചെയ്യണം. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് നമുക്ക് മ്യൂസിക് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യണം. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനുള്ള ഓപ്ഷൻ യൂട്യൂബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഓപ്പൺ ചെയ്യുക. ഇതിനായി ആദ്യം നമുക്ക് നമ്മുടെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. ഇവിടെ നമുക്ക് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ സൈഡിലായി വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സൈഡിലായി നിങ്ങൾക്ക് എഡിറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രിം ആൻഡ് കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമതായി ബ്ലർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മൂന്നാമതായി ഓഡിയോ, എൻഡ് സ്ക്രീൻ, ഇൻഫോ കാർഡ്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗം കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിം ആൻഡ് കട്ട് എന്ന ടൂളാണ്. ഇവിടെ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോയുടെ പ്രിവ്യൂ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ എഡിറ്റിംഗ് ഈസിയാക്കുന്നതിന് നിങ്ങൾക്ക് ഈ സൂം ടൂൾ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. അതായത് ഈ വീഡിയോ കുറച്ചുകൂടി സൂം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ സൈസിലേക്ക് ഇത് സൂം ഇൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നമുക്ക് ഏത് പോർഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മിഡിലായാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇത് പ്ലേ ചെയ്ത് ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. ഇതിനായി നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ പ്ലേ ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ അതിനു കറക്റ്റാക്കി നിങ്ങൾ ഈ ഒരു സെലക്ഷൻ ടൂൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ 1 minute 43 സെക്കൻഡ് എന്നതിലാണ് ഈ സെലക്ഷൻ ടൂൾ വച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഈ ന്യൂ കട്ട് എന്ന ഓപ്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ ടൂൾ എവിടെയാണോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അവിടെ വയ്ക്കുക. അതിനുശേഷം ന്യൂ കട്ട് എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മുതൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് 1:43 to 2:25 വരെ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും പ്ലേസ് വേണമെന്നില്ല എങ്കിൽ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കറക്റ്റ് സെക്കൻഡ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം ഇത്രയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത്രയും മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 1 minute 43 സെക്കൻഡ് മുതൽ 2 minute വരെയുള്ള ഭാഗമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ടിക്ക് മാർക്കിൽ കട്ട് എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഈ റെഡ് ലൈനിൽ നിങ്ങൾക്കിത് സെലക്റ്റായി വന്നിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ അടുത്ത ഒരു പോർഷൻ കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂ കട്ട് എന്നതിൽ വീണ്ടും പ്രസ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ഈ സെലക്ഷൻ ടൂൾ എവിടെയാണോ നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 minute 35 സെക്കൻഡ് മുതലാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അതിനുശേഷം ന്യൂ കട്ട് എന്നതിൽ പ്രസ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ഈ സെലക്ഷൻ ടൂൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര പോർഷനാണോ ഈ വീഡിയോയിൽ നിന്നും ഡിലീറ്റ് ആകേണ്ടത് അവിടെ കറക്റ്റായി ഇത് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 minute 35 സെക്കൻഡ് മുതൽ 2 minute 52 സെക്കൻഡ് വരെയുള്ള പോർഷനാണ് നമ്മൾ രണ്ടാമതായി ഡിലീറ്റ് ആക്കാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ടിക്ക് മാർക്ക് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെലക്ഷൻ എല്ലാം ഈ വീഡിയോയിൽ ചെയ്യാൻ സാധിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മറ്റൊരു പോർഷൻ കൂടി ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ ടൂൾ അവിടെ വെച്ചതിന് ശേഷം ന്യൂ കട്ട് എന്നതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
ഇത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് കാണിക്കും. അപ്പോൾ നിലവിൽ ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നതിന് മാത്രമായി ഒരു ഡെമോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇത് സേവ് എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ഇത്രയും പോർഷൻ ഡിലീറ്റ് ആവുകയില്ല. അതിന് നമുക്ക് 1-2 മണിക്കൂറെല്ലാം എടുത്തതിന് ശേഷം മാത്രമാണ് ഡിലീറ്റ് ആകുക. ഇനി അടുത്തൊരു ടൂൾ വന്നിരിക്കുന്നത് ബ്ലർ ചെയ്യാനുള്ള ടൂളാണ്. അതായത് നമുക്ക് ഒരാളുടെ ഫേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗമെല്ലാം ബ്ലർ ചെയ്യണമെങ്കിൽ ഈ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് ഈ ബ്ലർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫേസ് ബ്ലർ ചെയ്യണോ അതോ കസ്റ്റം ബ്ലർ ചെയ്യണോ എന്നത്. ഇപ്പോൾ ഫേസ് ബ്ലർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫേസ് ബ്ലർ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിക്റ്ററ്റിംഗ് ഫേസസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ ഫേസും ഇതിൽ ഡിക്റ്ററ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ നിന്നും ഏത് ഫേസ് ആണോ ബ്ലർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. നിലവിൽ ഈ ഒരു വീഡിയോയിൽ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫേസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ഫേസസ് എല്ലാം നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് അത് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ബ്ലറായി കാണാം. അടുത്തൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കസ്റ്റം ബ്ലർ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണ് നമ്മുടെ വീഡിയോയിൽ ബ്ലർ ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ മാത്രമായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ വന്നിരിക്കുന്ന മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ എല്ലാം ബ്ലർ ചെയ്യാനും ഈ ടൂൾ യൂസ് ചെയ്യാം. ഇത് നമുക്ക് പല ഷേപ്പിലെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് റെക്റ്റാങ്കിൾ ആണ്. നിങ്ങൾക്കിത് ഓവൽ ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഓവൽ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും ഏതെങ്കിലും ഒരു പോർഷൻ എല്ലാം ബ്ലർ ചെയ്യണമെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിത് സേവ് എന്ന് കൊടുക്കാം. അതുപോലെ ഈ ഒരു ബ്ലർ ഇത് എത്ര സമയത്തേക്കാണ് കാണിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ ഇവിടെ ഇത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് വരെ എന്നെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം മാത്രമായി ഈ ഒരു ബ്ലർ ഓപ്ഷൻ വരുന്നതാണ്. അടുത്തതായി എഡിറ്റർ ടൂളിൽ നമ്മൾ ഒരു ഓഡിയോ എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കാൻ മറന്നുപോയി എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓഡിയോ ചേഞ്ച് ചെയ്യണമെങ്കിലെല്ലാം ഇത്തരത്തിലുള്ള ഓഡിയോ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണ് വേണ്ടത് എന്ന് ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം അത് ആഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് എൻഡ് സ്ക്രീൻ എല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് അതിനുള്ള ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ ഇൻഫോ കാർഡ്സ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കിട്ടും. ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ബ്ലർ ചെയ്യാൻ, ഓഡിയോ ആഡ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ എല്ലാം നമുക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്